പുതിയ നാട്ടിലേക്ക് വന്നിട്ട് ഫസ്റ്റത്തെ സൺഡേ ആണ്. രാവിലെ എണീറ്റ് നോക്കിയപ്പം നല്ല ഭംഗിയുള്ള കാഴ്ച, ചെറിയൊരു മഞ്ഞുണ്ട്. ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് റോട്ടിൽ നിന്നൊരു കാർഡ് കിട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പാൻ കാർഡും ലൈസൻസും പിന്നെ കുറേ കാർഡ്സുകളുണ്ടായിരുന്നു, വിസിറ്റിംഗ് കാർഡ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കാർഡിൽ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ ഞാനിന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിന്ന് അവരുടെ പേഴ്സ് മിസ്സായതാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വെച്ചിട്ടാണ് മിസ്സായിരിക്കുന്നത്. ആക്ച്വലി പോക്കറ്റ് അടിച്ച് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരത് വാങ്ങിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചു. അവരെത്തി. അവിടെ നിന്നൊരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ആൾ നടന്നു വരുന്നുണ്ടോ, ആളുടെയാണ് പേഴ്സ് കേട്ടോ, കാർഡെല്ലാം. അപ്പോൾ അതെല്ലാം തിരിച്ചു കൊടുത്തു. ആ കാർഡ് തിരിച്ചു കൊടുത്തേന് അവരുടെ നാട്ടിലെ മിഠായി കൊണ്ടുവന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ രാവിലെ ആ കാർഡെല്ലാം കൊടുത്ത് അവരെ കണ്ട് സംസാരിച്ച് അവർ കുറേ താങ്ക് യു ഒക്കെ പറഞ്ഞു. തമിഴ് പീപ്പിൾസിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക, റെസ്പെക്റ്റ് കൂടുതലാണ് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുള്ളൂ. നല്ല വെളിച്ചമുണ്ട്. കറക്റ്റ് 6 മണിക്ക് രാവിലെ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6:05 എന്നെ വിളിച്ച് എണീപ്പിച്ച്. ആദ്യം കുറേ മടിയൊക്കെ തോന്നി. ഈ സൺഡേ ഇട്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല. എന്തുതന്നെയാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടി. അത്രയും വാല്യൂബിളായിട്ടുള്ള ആണല്ലോ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ. പാൻ കാർഡും ലൈസൻസും, അതും ഹെവി ലൈസൻസ് ഉണ്ട്. ഡ്രൈവറാണെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല. അപ്പം നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പാണ്. ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ ചായ കുടി ഉണ്ടാവുക മിക്ക ദിവസവും. നല്ല കാറ്റാണ് തമിഴ്നാട്, നല്ല കാറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നെല്ലാം കാറ്റും പൊടിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഡേട്ടാണ് കേട്ടോ. അങ്ങനെ പൊടിയാണ്. ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ കുറച്ചാവുന്നേ ഉള്ളെങ്കിൽ കൂടിയും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല വെളിച്ചമുണ്ട്. രാവിലെ 6:05 ആയപ്പോഴേക്കൊക്കെ നല്ല അന്തരീക്ഷമൊക്കെ ഫുള്ള് നല്ല വെളിച്ചം വെച്ചു. നമുക്ക് ചായ കുടിക്കാൻ കൂട്ടിനായിട്ട് കുറേ അതാണ്ടോ മയിലെല്ലാം നടന്നു വരുന്നുണ്ട്. മയിൽ മാത്രമല്ല, ഇവിടെ കുറേ റാബിറ്റും ഉണ്ട്. മുറ്റത്ത് കൂടെയൊക്കെ മുയലുകളൊക്കെ ഇങ്ങനെ ചാടിപ്പോണാണ്. അത് പതിവ് പോലെ നമ്മുടെ ഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യക്കൂട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് കരുതി രാവിലെ തന്നെ. അപ്പോൾ നമ്മളത് കുറച്ച് നേരം ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെക്കേണ്ടത്. അപ്പം സൺഡേസത്തെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മടി പിടിച്ച ദിവസങ്ങളായിരിക്കും സൺഡേ. ജോലിക്ക് പോകുന്നവർക്ക് സൺഡേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു റിലാക്സ് ഡേ ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വർക്കിംഗ് വുമൺസിനൊക്കെ സൺഡേ എന്ന് പറയുന്നത് ഏറ്റവും ബിസി ആയിട്ടുള്ള ഡേ ആയിരിക്കും. ആകെ ഒരു ഓഫ് ഡേ കിട്ടുമെങ്കിൽ കൂടിയും ആ ഒരു ഓഫ് ഡേ എങ്ങനെ പോകണമെന്ന് അറിയില്ല. അത്രമാത്രം വർക്ക് ചെയ്യാനുണ്ടാവും. കാരണം എന്നും ബാക്കിയുള്ള ദിവസമൊക്കെ റുട്ടീനായിട്ട് ജോലിക്ക് പോകുന്ന, രാവിലെ എണീക്കുക, കുക്ക് ചെയ്യുക, ജോലിക്ക് പോവുക, തിരിച്ച് വരിക, വീണ്ടും കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അങ്ങനെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒരു ഹറിബറി ആയിട്ടായിരിക്കും. അപ്പോൾ കിട്ടുന്ന സൺഡേ ആയിരിക്കും നമുക്ക് ക്ലീനിങ്ങിനും വാഷിങ്ങിനും ബാക്കിയുള്ള പരിപാടിക്കും ഒക്കെ ഉള്ള ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ ഓഫാണെങ്കിലും ഹോമിൽ സൺഡേ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആണ്. ബാക്കിയെല്ലാ ദിവസവും നമ്മൾ പുറത്തു പോയി വർക്ക് ചെയ്യണം. സൺഡേ നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യണം. അതാണ് ജോലിക്ക് പോകുന്ന എല്ലാവരുടെയും ഒരിത്. എന്നാലും ജോലിക്ക് പോകാന്നുള്ളത് ഏറ്റവും ഒരു അടിപൊളി കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ വേവിച്ച് നമ്മളത് സ്റ്റെയിനറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചീനച്ചട്ടിയിൽ ബാക്കി സാധാ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ജീരകവും ഉള്ളിയും തക്കാളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സോട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, തട്ടിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. നമ്മളിവിടെ വന്നിട്ട് ശരിക്കും കഴിഞ്ഞ സൺഡേ ആണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഈ ഒരു സൺഡേ അങ്ങനെ കറക്റ്റ് 7 ഡേയ്സായി. ഈ 7 ഡേയ്സും കൊണ്ട് സെറ്റിലിംഗ് എന്നുള്ളൊരു പരിപാടി ഏകദേശം ഒന്നും നടന്നിട്ടില്ല. കാരണം വന്ന നെക്സ്റ്റ് സൺഡേ ആണ് വന്നത്. മൺഡേ തന്നെ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നു ജോലിക്ക്. അപ്പോൾ ഒരു കാര്യങ്ങളും എന്തായിട്ടില്ല, റൂമും കാര്യങ്ങളും ഒന്നും സെറ്റായിട്ടില്ല. ഒക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പർച്ചേസിന് പോവുക, ഇടയ്ക്ക് കിട്ടുന്ന ടൈമായിട്ട് പർച്ചേസിന് പോവുക, മോൻ്റെ ബുക്സ്, യൂണിഫോം കാര്യങ്ങളെല്ലാം വാങ്ങിക്കുക, സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നീണ്ട എന്താ പറയുക വർക്ക് നടന്നൊരു ആഴ്ചയാണത്. എന്നിട്ടും നമ്മുടെ ഒരു സെറ്റിൽമെൻറ്റും കഴിഞ്ഞിട്ടില്ല. ഇനിയും എനിക്ക് തോന്നുന്നത് എനിക്കൊരു മന്ത് ഫുള്ളും വേണ്ടി വരുന്നതാണ് ഇവിടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. സോൾട്ട് വാട്ടറാണ് തോന്നേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഹെയർ ഫോളൊക്കെ ഇപ്പം തന്നെ വന്ന ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളം പറ്റാത്തതുകൊണ്ട് ഒരു സ്കിന്നിനൊക്കെ ഒരു ഭയങ്കര ഡ്രൈനെസ്സാണ് വെള്ളത്തിന്. നമുക്കപ്പോൾ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം
നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, ക്യാൻ വാട്ടർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ഏകദേശം സെറ്റായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായി. നമ്മുടെ ആദ്യക്കുട്ടനെ എണീപ്പിച്ച് തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തു. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാലോ, എന്ത് കാര്യം ഉണ്ടാക്കിയാലും ഏറ്റവും കൂടുതൽ ബോറിങ്ങും ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാത്രം കഴുകലായിരിക്കും. എത്ര കഴുകിയാലും തീരാത്ത ഈ സിങ്ക് എന്ന് പറയുന്നത് എന്തോ ഒരു അക്ഷയപാത്രം പോലെയാണെന്ന് എനിക്ക് തോന്നാറ്. കാരണം എത്ര ചെയ്താലും വീണ്ടും വീണ്ടും അവിടെ മാത്രം ഇങ്ങനെ പാത്രങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കും അങ്ങനെയായിരിക്കില്ലേ? ഒരു ആക്ച്വലി ജോലിക്ക് പോകാത്ത ലേഡീസിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുന്നത്. ഈ ഒരു പണികളെല്ലാം രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റുട്ടീനായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, പിന്നെ ഉച്ചത്തി ഉണ്ടാവും. എങ്കിലും ഒരു ചെറിയൊരു ബ്രേക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഈ വർക്കെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി അവിടുത്തെ വർക്ക് കഴിഞ്ഞ് തിരിച്ചൊന്ന് വീണ്ടും വീട്ടിലത്തെ വർക്ക് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ സൺഡേസിനാണ് ഈ കത്തിക്കൽ പരിപാടി, വേസ്റ്റ് ഇടൽ, കഴുകൽ, ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ കത്തിക്കാറ്. വേസ്റ്റെല്ലാം കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പൊടിയാണ്, നല്ല കാറ്റാണ്, എപ്പോഴും കാറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം പെട്ടെന്ന് അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഒരു ഹാൾ ഉണ്ടായിരുന്നത് വേഗം അവർ ഒരു റൂം പോലെ സെറ്റാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വെച്ചാൽ അവിടെ നമ്മൾക്ക് സ്റ്റേ കിട്ടുമ്പം അതിനെ വൃത്തിയാക്കി കൊണ്ടുപോകാമെന്ന് മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ. അപ്പോൾ അതേ എൻ്റെ ലോണ്ട്രി ബിന്നൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇതൊരു ആക്ച്വലി ഒരു 2 ഡേയ്സത്തെ ഇന്നലെ ഇപ്പം വൈകുന്നേരം ഔട്ടിങ്ങിന് ഒന്ന് പുറത്തേക്ക് പർച്ചേസിന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടിയാണ്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ്, തിരുമ്പുന്ന കല്ലും ടാങ്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും യൂസ് ചെയ്യാതെയാണ് തോന്നുന്നുണ്ട്. ഇപ്പം ഞാനും അത് യൂസ് ചെയ്യാറില്ല. നമ്മൾ സാധാ ബക്കറ്റിൽ തന്നെ ഇട്ടിട്ട് കൈ കൊണ്ട് തിരുമ്പുക ചെയ്യുന്നത്. കഴിഞ്ഞ് സോഫ്റ്റ് ടച്ചൊക്കെ ഇട്ട് ഒന്ന് ഇതെല്ലാം തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു. നല്ല തുണികൾ ആദ്യം നമുക്ക് പിഴിഞ്ഞിടാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, സോഫ്റ്റ് ടച്ച് അടിപൊളിയാണ്. ഈ ക്ലീനിങ് പർപ്പസ്, ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ മിക്സി വയ്ക്കാനൊന്നും ഇവിടെ ടേബിളില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ 2 കല്ലൊരു ഇവിടുത്തെ ഒരു പ്രത്യേകതരം കല്ലുണ്ട്, ഒരു സിമെൻറ്റ് കട്ടയല്ല, വേറെ എന്തോ ഒരു കല്ല്, അതിട്ടിട്ട് അതിന് മേലെ തുണി വെച്ചിട്ടാണ് വെക്കുന്നത്. നമ്മളെവിടെ പോയാലും സർവൈവ് ചെയ്യുക, അതാണല്ലോ ഒരു രക്ഷയുള്ളൂ. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇപ്പം രാവിലെ ഇപ്പം നമുക്ക് ചിലർക്ക് തോന്നും ഇതൊക്കെ രാവിലെ തന്നെ ഇങ്ങോട്ട് അപ്പം ചെയ്തുകൂടുന്നത്. പക്ഷെ ജോലിക്ക് പോകുമ്പോൾ കറക്റ്റ് 8:50 55 നമുക്ക് ജോലിക്ക് റിപ്പോർട്ട് ചെയ്യണം, പഞ്ച് ചെയ്യണം. അപ്പോൾ ആ 8:55 ആകുമ്പോഴേക്കും ഇമാതിരി പരിപാടികളൊന്നും ചെയ്യാൻ ഒരു സമയവും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൺഡേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ മിക്സി എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ലാസ്റ്റ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വരുമ്പോഴും അത് ക്ലീൻ ചെയ്തിട്ടാണെന്നില്ല, പിന്നെ അങ്ങനെ പൊടി പിടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ വെക്കേഷൻ പീരീഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രീതിക്കുട്ടീനെ സൂപ്പറാക്കി എടുക്കലാണ് ഇന്നത്തെ വൈകിട്ട്. ഇപ്പം ഞാനൊരു 2.5 വർഷത്തോളമായി, 2.5 വർഷം കഴിഞ്ഞു ഈ മിക്സി വാങ്ങിച്ചിട്ട്. നമ്മളെപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൈറ്റിനോട് പിന്നെ പ്രത്യേക ഒരു ഭംഗിയും, അത് ക്ലീൻ ചെയ്താലേ അത് പ്രത്യേക ഒരു രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇത് യൂഷ്വലി ഞാൻ ചെയ്യാറ് ബഡ്സ് ഇല്ലേ, നമ്മുടെ ചെവിയിലിടുന്ന ബഡ്സ്, ആ ബഡ്സ് നനച്ചിട്ടാണ് ഇതിൻ്റെ ഇടഭാഗമൊക്കെ തുടച്ചെടുക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഒരു ഈർക്കിലിട്ട് ഇങ്ങനെ തുണിയെടുത്ത് തോണ്ടി വേസ്റ്റൊക്കെ എടുത്ത് കളയാല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ ഇന്നലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴും അത് മറന്നുപോയി, ബഡ്സിൻ്റെ കാര്യം മറന്നുപോയി. ഈ സൈഡിലൊക്കെ നിറയെ അഴുക്കുണ്ടാവും. അപ്പോൾ ബഡ്സ് ഒന്ന് നനച്ചിട്ട് ഇതിങ്ങനെ തുടച്ചെടുത്താൽ ഇങ്ങനെ നമുക്ക് തോണ്ടിക്ക് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തോളൂ. ഇത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്, എന്നാലും നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രോപ്പറായിട്ട് നമുക്ക് ഇതൊന്നും വർക്കിംഗ് ഡേയ്സിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ സുന്ദരം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ലാസ്റ്റ് ഇതിൻ്റെ ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പിയാണ് അല്ലേ കാണാൻ. വീക്കെൻഡ് എത്ര പെട്ടെന്നാണ് തീരുകയെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം അത്രയും വർക്കുകളുണ്ടാവും. ഒരു ഡേ അല്ല, എനിക്ക് തോന്നുന്നത് ജോലിക്ക് പോണവർക്കൊക്കെ ഒരു 2 ദിവസം ശനി ഞായർ ഫുള്ളും ഓഫ് കിട്ടണം. അപ്പോഴാണ് ഒന്ന് ശനിയാഴ്ച വർക്ക് ചെയ്ത് സൺഡേ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ, വീക്കിലി 1 ഡേ എങ്കിലും ഓഫ് ചെയ്യാൻ. ഇപ്പോൾ ഇന്നലെ നമ്മൾ വർക്ക് കഴിഞ്ഞ് പോയി നേരെ ടൗണിലേക്കാണ് പോയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അത്യാവശ്യം. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ സെറ്റിലായതുകൊണ്ടേ ഇരിക്കണേ ഉള്ളൂ. അപ്പോൾ ഒരു ഡസൻ സ്പൂണ് വാങ്ങിച്ചു കേട്ടോ. വളരെ വില കുറവാണ്, 20 റുപ്പീസൊക്കെ ഉള്ളൂ ആ സ്പൂൺസിന്. പിന്നെ നമുക്ക് വേറെ
പൊടികളോ പൗഡേഴ്സിൽ എന്തെങ്കിലും ഇട്ട് വെക്കാം, സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതി അങ്ങനെ ലൊട്ടിലെടുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷീറ്റ് വാങ്ങിച്ചു, പിന്നെ മോനൊരു ബാഗ് വാങ്ങിച്ചു. ഇവിടെ അവൻ്റെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നമ്മൾ മെസ്സിലേക്ക് പോകണം. നമ്മൾ ലഞ്ച് കൊണ്ടുവരണമെങ്കിലും മെസ്സിലിരുന്നിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ബാഗ് എടുത്തിട്ട് മെസ്സിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ലഞ്ച് ബാഗിലായി കഴിഞ്ഞാൽ ലഞ്ച് ബാഗും വാട്ടറും മാത്രം മെസ്സിക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മളൊരു ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളെല്ലാം കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു. ഒരു 3 സ്റ്റാൻഡുള്ള ഒരു മോഡലുള്ള സ്റ്റാൻഡ് വാങ്ങിച്ചു. അതിൻ്റെ ആക്സസറീസൊക്കെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടുള്ള നമ്മുടെ മാല, കമ്മല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കാം. പിന്നെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അതിന് മുകളിൽ വെക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഒരു 120 രൂപയായിരുന്നു ഈ ഒരു സ്റ്റാൻഡിനായത് കേട്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ. പിന്നെ ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഈ ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, പുറത്ത് കിടക്കുന്നുണ്ടായിരുന്ന ഒരു ഔട്ട് ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫ്രെയിമിൻ്റെ മേലെ നമ്മൾ പഴയ അവിടെ ഒരു വാതിൽ കേടായി കിടക്കുന്നുണ്ട്. ആ വാതിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം ഓൾറെഡി നമുക്ക് ബെഡും വാഷ്റൂമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടി. അഡീഷണലായിട്ട് പിന്നെ കിച്ചണിക്ക് ഒന്നുമില്ല, സാധനങ്ങൾ വെക്കാനില്ല. പിന്നെ അത് കൊണ്ടുവരും, പക്ഷെ അതിന് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അതുവരെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിന് നമ്മളതങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോയാലും എങ്ങനെയാണെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മേലെ ഒരു കവറൊക്കെ ഇട്ടു. പാത്രങ്ങളൊക്കെ വയ്ക്കുമ്പോൾ വെള്ളം പോവില്ലല്ലോ, വെള്ളം വീണാൽ ആ കവറൊക്കെ അല്ലേ വീഴുള്ളൂ. അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പർച്ചേസാണ്. തമിഴാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. എങ്കിൽ കൂടിയും വേണമെങ്കിൽ ട്രാൻസ്ലേറ്ററൊക്കെ എടുക്കാം. നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറയുമ്പോൾ അവരതൊക്കെ ബില്ല് ചെയ്ത് തരും. ഫസ്റ്റ് ബില്ല് ചെയ്യണം, അതിനുശേഷം ആ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം ചെയ്തു തരും, പാക്ക് ചെയ്ത് തരും. എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് തരിക. അങ്ങനത്തെ സിസ്റ്റം എല്ലാം നല്ലതാണ്. എല്ലാവരും നല്ല ലവ്വിങ് ആണ്. തമിഴ്നാട് എല്ലാവരും നമുക്ക് നല്ല കൺസിഡറേഷനാണ് മലയാളീസിന്. എനിക്കറിയില്ല, ഞാൻ താമസിക്കുന്നിടത്ത് പിന്നെ നമുക്ക് അത്ര ലാംഗ്വേജ് ഭാഷ ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുമെങ്കിലും അവർക്ക് അത് മിക്സ് ചെയ്തിട്ടാണ്. അവർ ഇംഗ്ലീഷും ഒരുവിധം എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്കിത് മോൻ്റെ ഐറ്റംസുകളാണ്. സ്പോർട്സിന് ഒരു ഷൂ വാങ്ങിക്കണം. ഡെയിലി അവർ സ്പോർട്സിന് പ്രാക്ടീസിന് ഇറങ്ങുമ്പോൾ, അതായത് PT പീരീഡ് ഉണ്ടല്ലോ, അതിനിറങ്ങുമ്പോൾ സ്പോർട്സ് ഷൂ ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, യൂണിഫോം ഷൂ പാടില്ല. പിന്നെ ബ്ലാക്ക് സോക്സ് ഉള്ളത് യൂണിഫോം ഷൂ ആണ് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കേണ്ട ടൈമായി. ഇങ്ങനെ ക്യാൻ വെള്ളം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് കുക്കിങ്ങിന് ഇവിടുത്തെ നോർമൽ വെള്ളം പറ്റുന്നില്ല. അവിടെ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള വെള്ളമാണ് കിണറിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഉപ്പിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻ വാട്ടറാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളൊരു 4 to 5 നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വാങ്ങിച്ചു. ഓൾറെഡി നമ്മളുടെ വർക്കിംഗ് പീപ്പിൾ അവർ വാങ്ങിച്ചു വെച്ചിരുന്നു. നമുക്കതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഓൾറെഡി അവർ ഇതെല്ലാം റൂമെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കട്ടിലും ഇങ്ങനത്തെ വെള്ളത്തിൻ്റെ ഒരു 4-5 ബോട്ടിലും ഗ്യാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഉച്ചയ്ക്ക് ചോറും കുറച്ച് സോയാബീൻ ഫ്രൈയും ചമ്മന്തിയാണ്. സോയാബീൻ മസാല പോലെ വെക്കാമെന്നാണ് കരുതിയിരിക്കേണ്ടത്. കാരണം സൺഡേസിൽ ഇവിടെ നമുക്കറിയില്ല, നോൺ വെജൊക്കെ കിട്ടുന്ന സ്ഥലം എവിടെയെന്നൊന്നും അറിയില്ല. പിന്നെ മുറ്റത്ത് തന്നെ ഒരുപാട് മരങ്ങളുണ്ട്. എന്താ പറയുക, മാങ്ങയും സപ്പോട്ടയും പിന്നെ സീതാപ്പഴവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കാറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ലേ കാണുമ്പോൾ. നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേകതരം മാങ്ങയാണ്, നല്ല മണമുള്ള ഒരു പ്രത്യേകതരം ഞെട്ടൊക്കെ നീളമുള്ള ഒരു മാങ്ങയാണ്. നല്ല പുളിപ്പാണ് കേട്ടോ. ഇത് മധുരം പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് 2 കിട്ടി. പഴുത്തതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ പൊട്ടിച്ച് നോക്കിയപ്പം പച്ചയാണ്. അപ്പം അമ്മ വന്ന സമയത്ത് ഇത് വെച്ച് കറി വെച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കറിയിൽ, നല്ല പുളിപ്പാണ്. പക്ഷേ എന്തോ എനിക്ക് പിന്നെ അങ്ങനത്തെ നമുക്ക് കറി വെക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ആയി വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയപ്പോഴും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അരിപ്പയ്യ് നമ്മളെ കേരളത്തിൽ കൊട്ടക്കയിൽ ഊറ്റുന്ന കയ്യിലില്ലേ, അത് സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ടൗണും എല്ലായിടത്തും കയറി ഇറങ്ങി. പക്ഷേ ഒരു രക്ഷയില്ല, എവിടെ നിന്നും കിട്ടാൻ വഴിയില്ല. അപ്പം ലാസ്റ്റ് നമ്മൾ കണ്ടെത്തിയൊരു സൊല്യൂഷൻ, സർവൈവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയൊരു സൊല്യൂഷനാണ് ഈ ഒരു സാധനം. യൂഷ്വലി ഇതിലിട്ട് കഴിഞ്ഞാൽ പോകുന്നുണ്ട്, പക്ഷേ എല്ലാമൊക്കെ ഒരു ഇതാണ്. ബാത്റൂമിൽ ആണിയടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്
ഇതൊക്കെ സെറ്റിലിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. ഒന്നുമില്ല ബാത്റൂമിൽ ഇങ്ങനെ അഴയൊന്നുമില്ല, നമുക്ക് ഡ്രസ്സ് അലക്കിയിടാനൊക്കെ മീൻസ് നമ്മുടെ തോർത്ത് വെക്കാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആസ് യൂഷ്വലി ഇതേപോലെയാണ് സൺഡേസിൻ്റെ കാര്യങ്ങളെല്ലാം പോണേ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ സൺഡേ എല്ലാവർക്കും? വർക്കിംഗ് ചെയ്യുന്നവർക്ക് സൺഡേ ഒരു സ്പെഷ്യൽ, വർക്കിംഗ് ചെയ്യാത്തവർക്ക് എല്ലാ ഡേ പോലെയും പോകുന്നുണ്ടാവുമെന്ന് കരുതുന്നു. എനിക്കറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. എങ്കിലും വർക്കിങ്ങും സൺഡേസും ഈ ഒരു ഡെയിലി റുട്ടീനും പിന്നെ ഈ കിട്ടുന്ന സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതും ഇതൊക്കെ ഒരു പാർട്ടാണ്. ഇതൊക്കെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. നമ്മൾ വെറുതെ വീട്ടിൽ ഒരു ജോലിക്കും പോവാതെ ഇരിക്കുമ്പോൾ, ജോലിക്ക് പോകാന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്, എങ്കിലും ഇതും കൂടി എല്ലാം കൂടി നമ്മൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെയാണ്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അതിനൊരു ബോറിങ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഇനിയിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, വല്ല കോഴ്സസൊക്കെ പഠിക്കുകയോ എന്തെങ്കിലും കുറച്ച് ഇപ്പം ഓൺലൈനിൽ മോണ്ടിസോറി കോഴ്സസും വേറെ പല കോഴ്സസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഒരുപാട് വർക്കല്ലേ. അപ്പോൾ ഇന്ന് ഈവനിങ് ടീ ഉണ്ടാക്കുന്ന പരിപാടി, ചായ വയ്ക്കുന്നത് ആദിക്കുട്ടനാണ്. അതൊരു സമാധാനം. നമ്മുടെ വർക്കിംഗ് എപ്പോഴും കഴിയില്ലല്ലോ. തിരുമ്പിയിട്ടത് തുണികൾ കഴുകാനുണ്ടാവും, മടക്കാനുണ്ടാവും, അലക്കാനുണ്ടാവും, തോർത്താനുണ്ടാവും എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇനിയും ഒരു ലോഡ് വർക്ക് വീണ്ടും പെൻഡിങ് ആണ്. ബുക്ക് കവറിങ് എന്നുള്ളതൊരു ഹെക്റ്റിക് ടാസ്ക് തന്നെയാണ് സ്കൂൾ തുറക്കുമ്പോൾ. ഇതെല്ലാം കവർ ചെയ്ത് പൊതിഞ്ഞ് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് എഴുതി വെച്ച് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ പോകും. ഇപ്പം തന്നെ സമയം ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഡേ എത്ര ഫാസ്റ്റാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൊതിഞ്ഞെടുത്ത് വരുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 1 hour കൂടുതൽ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ബുക്സ് ഉണ്ട് അമ്പാടിക്കുട്ടന് പഠിക്കാൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം 5th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും രസമാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ഡേ ഫുള്ളില്ല. സോ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡേ.